ഇന്നത്തെ വീഡിയോ ഒരു കിടിലം വീഡിയോ കേട്ടോ. ഏതൊരു വണ്ടിപ്രാന്തിൻ്റെയും മനം കവരുന്ന വാഹനങ്ങളാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതായത് ലാൻഡ് റോവർ എന്ന ബ്രാൻഡിൻ്റെ ലക്ഷറി സെഗ്മെൻറ്റിൽ വരുന്ന റേഞ്ച് റോവറിൻ്റെ 4 വാഹനങ്ങളാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ലാൻഡ് റോവർ എന്ന ബ്രാൻഡിൻ്റെ റേഞ്ച് റോവർ സെഗ്മെൻറ്റിൽ വരുന്ന വാഹനങ്ങൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന നിങ്ങളുടെ ചങ്കുകൾക്ക്, ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട കേട്ടോ. തീർച്ചയായിട്ടും റേഞ്ച് റോവർ എന്ന ഒരു ബ്രാൻഡിൻ്റെ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും. കാരണം എന്താണെന്നോ, റേഞ്ച് റോവർ ഇവോക്കും ഉണ്ട്, റേഞ്ച് റോവർ സ്പോർട്ടും ഉണ്ട്, റേഞ്ച് റോവർ വോഗും ഉണ്ട്. ഈ വീഡിയോൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ കോടികൾ വ്യത്യാസത്തിലാണ് നിങ്ങൾക്ക് ഈ വാഹനങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റുക. ചെറിയൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ ഇറങ്ങുന്ന റേഞ്ച് റോവർ വോഗ്, അതായത് ഈ വണ്ടി ഇപ്പോൾ 2022 ഫേസ് ലിഫ്റ്റ് വന്ന സെയിം ലുക്കിലാണ് ഈ ഒരു വാഹനം നിൽക്കുന്നത്. ഇത് റേഞ്ച് റോവറിൻ്റെ വോഗാണ്. ഈ വോഗ് എന്ന വാഹനം ഏകദേശം 3 കോടി മുതൽ 4 കോടി രൂപ വരെ വില വരുന്നുണ്ട്. അതായത് ഇതിൽ പല വേരിയൻറ്റ് വരുന്നുണ്ട്. ആ വേരിയൻറ്റിനനുസരിച്ചൊക്കെ ഇതിൻ്റെ വിലകൾ മാറുന്നുണ്ട്. അപ്പോൾ അതായത് ഒരു കിടിലം വോഗ്, ന്യൂ ഷേപ്പിൽ നിൽക്കുന്ന ഒരു വോഗ് നമ്മളെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. ഇതിൻ്റെ വില കേട്ടാൽ നിങ്ങൾ നെട്ടും. കാരണം എന്താ വെച്ചാൽ ഇത്തരം മോഡൽ വാഹനങ്ങളൊക്കെ ഇന്ന് മാർക്കറ്റിൽ വാങ്ങണമെന്നുണ്ടെങ്കിൽ എന്തായാലും 2 കോടിൻ്റെ മേലെ വില വരും. ഈ വാഹനം നമ്മൾ നെട്ടിക്കുന്ന പ്രൈസിലാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ഇതൊരു ഫേസ് ലിഫ്റ്റ് ചെയ്ത വാഹനമാണ്. 2016-17 കാലഘട്ടത്തിൽ വന്ന വോഗ് 2022 ഫേസ് ലിഫ്റ്റ് ചെയ്ത 3 ലിറ്റർ ഡീസൽ എഞ്ചിൻ വരുന്ന V6 എഞ്ചിൻ വരുന്ന വാഹനമാണ് ഈ ഒരു വാഹനം. അടുത്തതായിട്ടേ ഒരു റേഞ്ച് റോവർ സ്പോർട്ട്. ഈ സ്പോർട്ടിൻ്റെ പ്രത്യേകത എന്താണെന്നോ, ഒരു സ്പോർട്ട് യൂസ്ഡ് സെഗ്മെൻറ്റിൽ ആരെങ്കിലും വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വന്നാണ്ട് ഇത് വാങ്ങിക്കോളി. അങ്ങനെ ഞാൻ പറയേണ്ട കാരണം എന്താ വെച്ചാൽ സിംഗിൾ ഓണർഷിപ്പിൽ 1,30,00,000 രൂപ കൊടുത്ത് ഷോറൂമിൽ നിന്ന് പുതിയതെടുത്ത അതേ ഓണറത്തിൽ നിന്ന് വന്ന സിംഗിൾ ഓണർഷിപ്പിലുള്ള വെറും 30,000 കിലോമീറ്റർ ഓടിയ സെയിം V6 എഞ്ചിൻ വരുന്ന 3 ലിറ്റർ ഡീസൽ എഞ്ചിൻ വരുന്ന ഒരു കിഡിലൻ സ്പോർട്ടും നമ്മളെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. പിന്നെ 2 റേഞ്ച് റോവർ ഇവോക്കും ഉണ്ട്. ഇത് 3ഉം ഒറിജിനൽ കേരള രജിസ്ട്രേഷനിലുള്ള വാഹനങ്ങളാണ്. ഈ ഒരു വാഹനം പോണ്ടിച്ചേരി രജിസ്ട്രേഷനിലുള്ള വാഹനമാണ്. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ഒക്കെ പെട്ടെന്ന് അറിയാൻ ആഗ്രഹം ഉണ്ടാവുക ഇതിൻ്റെ പ്രൈസാണ്. പ്രൈസ് പറഞ്ഞതിന് ശേഷം ഈ വണ്ടിൻ്റെ വിശേഷങ്ങളും ഇതിൻ്റെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ നിങ്ങളെ പരിചയപ്പെടുത്താം. അപ്പോൾ നമ്മളെ വില വിവരത്തിലോട്ട് കടക്കുമ്പോൾ ഈ ഒരു വാഹനം നിങ്ങൾക്ക് തരാൻ പോകുന്നത് വെറും 86 ലക്ഷം രൂപക്കാണ്. വെറും 86 ലക്ഷം എന്ന് പറയുമ്പോൾ നിങ്ങൾ കരുതണ്ട 86 ലക്ഷം ചെറിയ പ്രൈസാണ്, വലിയൊരു പ്രൈസാണ്. ഏകദേശം 1 കോടി രൂപേൻ്റെ അടുത്ത് വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു പ്രൊഡക്റ്റ് ഇപ്പോൾ നിങ്ങൾ കമ്പനി പോയി പുതിയ മോഡൽ ഇതേ ഷേപ്പിൽ വാങ്ങണമെന്നുണ്ടെങ്കിൽ 3 കോടിൻ്റെ മുകളിൽ വില വരും. അപ്പോൾ എത്രയൊരു പ്രൈസ് ഡിഫറൻസിലാണ് ഈ ഒരു വണ്ടി കിട്ടാൻ പോകുന്നത്. ഇന്ന് അതേ ഒരു വാഹനത്തിൻ്റെ സെയിം ലുക്കിൽ തന്നെയാണ് ഈ ഒരു വാഹനം ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുക. അതായത് 2022 വരുന്ന സെയിം ഗ്രില്ല്, ഹെഡ്ലൈറ്റ്, ബമ്പർ, ബോണറ്റ്, സൈഡ് മഡ്ഗാർഡ്, ഇതിൻ്റെ ഏറ്റവും നിങ്ങൾ കാണേണ്ട ഭാഗം ഇതിൻ്റെ സൈഡ് പ്രൊഫൈലും ഇതിൻ്റെ ബാക്ക് ലുക്കുമാണ്. അതായത് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ബാക്കിക്ക് വരുമ്പോൾ കംപ്ലീറ്റ് ന്യൂ ഷേപ്പിക്ക് മാറ്റിയേക്കും കേട്ടോ. അതായത് എങ്ങനെയാണോ 2022 വരുന്നത് അതേ ഷേപ്പിൽ തന്നെയാണ് ഈ വാഹനം നിങ്ങൾക്ക് ഈ വോഗ് കാണാൻ കഴിയുന്നത്. ഒരു പുതിയ വാഹനം അല്ലാന്ന് ആരും ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ പറയില്ല കേട്ടോ. ഇതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇത് കംപ്ലീറ്റ് റിവ്യൂ അല്ല കേട്ടോ നമ്മൾ എടുക്കുന്നത്. റിവ്യൂ എടുക്കണമെങ്കിൽ സിംഗിൾ വാഹനത്തിൻ്റെ തന്നെ എടുക്കണം. അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ പറ്റുള്ളൂ. അത് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. സിംഗിളായിട്ട് ഈ വാഹനം കംപ്ലീറ്റ് ഭാഗം നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട്. ഒരു അടിപൊളി വാഹനമാണ്. പിന്നെ ഈ വോഗിനെ പറ്റി, സ്പോർട്ടിനൊക്കെ പറ്റി പരിചയപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ വേൾഡിൽ എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ലക്ഷറി സെഗ്മെൻറ്റിൽ വരുന്ന ഓഫ് റോഡിനും പറ്റിയ ഒരു കിടിലൻ വാഹനമാണ് റേഞ്ച് റോവർ സ്പോർട്ടാണെങ്കിലും വോഗാണെങ്കിലും ഒക്കെ. ഒട്ടനവധി ആളുകളാട്ടോ ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും ഇപ്പോൾ ഈ റേഞ്ച് റോവറിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഈ വാഹനം പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നതും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതും. പിന്നെ ഈ വോഗും സ്പോർട്ട് എന്ന് പറഞ്ഞാൽ റേഞ്ച് റോവറിൻ്റെ ഒരു ഹൈ എൻഡ് സെഗ്മെൻറ്റാണ്. ഇപ്പോൾ ഈ വോഗൊക്കെ എടുക്കുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഇന്ത്യ രാജ്യത്ത് എടുത്ത ആൾക്കാരെ തന്നെ നിങ്ങൾ എടുത്ത് നോക്കിയാൽ അറിയാം, ഏറ്റവും ഹൈ എൻഡ് കാറ്റഗറിയിൽ നിൽക്കുന്ന ആളുകൾ ഉപയോഗിക്കുന്ന ഒരു വാഹനമാണ് റേഞ്ച് റോവർ വോഗ്. ഇപ്പോൾ നമ്മൾ മെഴ്സിഡീസിൻ്റെ GLS പോലും ഈ വോഗ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കമ്പയർ ചെയ്യാൻ പറ്റില്ല. GLS നമ്മൾ കമ്പയർ ചെയ്യൽ റേഞ്ച് റോവർ സ്പോർട്ടുമായിട്ടാണ്. ഈ റേഞ്ച് റോവർ സ്പോർട്ടിനും ഇപ്പോൾ ഓൺ റോഡ് പ്രൈസ് ഏകദേശം 2.5 കോടി വില വരും. അത് ഏത് ഷേപ്പിൽ? ഈ ഷേപ്പിൽ. അതായത് ഇപ്പോൾ ഈ വണ്ടി കാണുന്ന ഈ ഷേപ്പിലുള്ള സ്പോർട്ട് നിങ്ങൾ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഏകദേശം 2.5 കോടി വില വരും. ഈ സ്പോർട്ട് നിങ്ങൾക്ക് ഈ ഒരു ഷേപ്പിക്ക്
ഫേസ് ലിഫ്റ്റ് ചെയ്യാനും പറ്റും. ഇത് 2016-17 വന്ന വോഗ് 2022 ഫേസ് ലിഫ്റ്റ് ചെയ്തതാണ്. കണ്ടാൽ ഇത് ഒരിക്കലും പറയില്ല ഇത് ഫേസ് ലിഫ്റ്റ് ചെയ്താണ്. അപ്പോൾ ഇതൊരു 86 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങിക്കുന്ന ഒരാൾക്കേ ഒരു 3 കോടി രൂപൻ്റെ വാഹനം ഉപയോഗിക്കുന്ന അതേ ഫീൽ എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഉപയോഗിക്കാൻ പറ്റും. അതേപോലെ ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസിലോട്ട് വരുമ്പോൾ ഒരു ഓഫർ പ്രൈസ് തന്നെ കേട്ടോ. അന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഏകദേശം 1,30,00,000 രൂപ വില ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഏകദേശം 2.5 കോടിയോളം വില വരുന്ന വെറും 35,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന റേഞ്ച് റോവർ സ്പോർട്ടിൻ്റെ വില എന്ന് പറയുന്നത് 69,75,000 രൂപക്കാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ഒരു പുതുപുത്തൻ സ്പോട്ട് എങ്ങനെയാണ് നിങ്ങൾ വാങ്ങുന്നത് അതേ കണ്ടീഷനിലും അതേ നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലും നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റിയ ഒരു കിടിലം പ്രൊഡക്റ്റാണ് ഈ ഒരു പ്രൊഡക്റ്റ്. ഓണർഷിപ്പ് സിംഗിളാണ്, ഒറിജിനൽ കേരള വണ്ടിയാണ്. ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു നിങ്ങൾക്ക് ആ ഒരു നീറ്റ്നെസ് ഇതിൻ്റെ ബോഡിയിൽ കാണുന്ന അതേപോലെ തന്നെ ഇൻറ്റീരിയർ ഭാഗത്തും കാണാൻ പറ്റും. ശരിക്കും നമുക്ക് ഈ 2 വണ്ടിയും സിംഗിളായിട്ട് റിവ്യൂ എടുക്കാം അല്ലേ ശരിമാനോ? അതായത് വോഗ് സിംഗിളായിട്ട് എല്ലാ ഭാഗവും പരിചയപ്പെടുത്തണം. കാരണം അത് പരിചയപ്പെടുത്താനുള്ള മുതലുണ്ട്. നമ്മൾ ആദ്യം ചെയ്തതിനെ പോലെ പിന്നിട്ട് ബമ്പർ, ബോണറ്റ്, എൻജിൻ റൂം കാര്യങ്ങൾ, ഇൻറ്റീരിയർ, അതിൻ്റെ ഓപ്ഷൻ, ഡ്രൈവിങ് കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തിയിട്ടില്ല ഒരു വീഡിയോ വരും. ഈ വണ്ടികൾ ഇപ്പോൾ നമ്മൾ പരിചയപ്പെടുത്തുന്നത് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇതിൻ്റെ വിലയും ഡീറ്റെയിൽസും മോഡലും കിലോമീറ്ററും ജസ്റ്റ് ഒന്ന് വണ്ടി ഓടിച്ച് മാത്രമേ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നുള്ളൂ. തീർച്ചയായിട്ടും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. കാരണം 4 വണ്ടി ഉണ്ടായതുകൊണ്ട് അത്രയും ലെങ്ത്ക്ക് 4 പാട് ഒരുമിച്ച് കമ്പയർ ചെയ്യേണ്ടെന്ന് കരുതിയിട്ടാണ്. ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗമൊക്കെ നല്ല അടിപൊളി നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ ഫുഡ് സ്റ്റെപ്പൊക്കെ 2 വാഹനത്തിൻ്റെയും ഇലക്ട്രിക്കലി വരുന്ന രീതിയിൽ തന്നെയാണുള്ളത്. ഇതിൻ്റെ എൻജിൻ റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാം. ഈ സ്പോർട്ടിൻ്റെ എൻജിൻ റൂം ഒന്ന് കാണിക്കട്ടെ നിങ്ങളെ. അതായത് V6 എഞ്ചിനാണ്, അതേ എൻജിൻ തന്നെയാണ് വോഗിലും വരുന്നത്. അതേപോലെ ഇതിൻ്റെ ഫ്രണ്ടിൽ നോക്കുമ്പോൾ തന്നെ ഈ ബാഡ്ജിങ് ഒക്കെ കാണുമ്പോഴേ ഒരു വികാരമാട്ടോ. ഇപ്പോൾ റേഞ്ച് റോവർ എല്ലാവരുടെ മനസ്സിലും കയറി കൂടിയൊരു ബ്രാൻഡാണ്. അപ്പോൾ തീർച്ചയായിട്ടും എങ്ങനെയുണ്ട് ഈ വാഹനത്തിൻ്റെ ലുക്കുകൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇത് 2017 മോഡലാണെങ്കിലും 19 രജിസ്ട്രേഷൻ വന്ന വണ്ടി കേട്ടോ. അതായത് 17 മാനുഫാക്ചറും 19 രജിസ്ട്രേഷനും വന്ന വണ്ടിയാണ്. അതങ്ങനെ വരുന്നു വെച്ചാൽ അതങ്ങനെ വരാറുണ്ട്. രജിസ്ട്രേഷൻ വൈകുന്നത് ഉണ്ടാവും. കമ്പനിയിൽ ഓൾഡ് സ്റ്റോക്ക് വിൽക്കാതെ കിടക്കുന്ന വാഹനങ്ങൾ അങ്ങനെ രജിസ്റ്റർ ചെയ്തെടുക്കണമൊക്കെ ഉണ്ടാവും. അപ്പോൾ 19 രജിസ്ട്രേഷൻ വന്ന വാഹനമാണ് ഈ ഒരു വാഹനം. ഇതെന്തുകൊണ്ടൊരു ബെറ്റർ പ്രൈസിൽ ഒരു നല്ലൊരു ഡീലാട്ടോ. കാരണം ഒരു സ്പോട്ട് എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എന്തുകൊണ്ടും ബെറ്ററാണ്. വോഗൊക്കെ ഉണ്ടല്ലോ ഒരു സംഭവമാണ്. ഓടിച്ചാൽ നമ്മൾ അതിന് ഇറങ്ങൂല, വണ്ടി ഇങ്ങനെ ഒഴുകിപ്പോവും. അതൊക്കെ നമുക്ക് ആ ഡ്രൈവിങ് ചെയ്താണ്ട് നമ്മൾ സിംഗിൾ റിവ്യൂവിൽ നമ്മൾ പരിചയപ്പെടുത്താനേ ശ്രമം നടത്താം. ഈ വോഗിനെ ഞങ്ങളെ പരിചയപ്പെടുത്തുമ്പോഴേ ഇതിൻ്റെ ഇൻറ്റീരിയർ നിങ്ങളെ കാണിക്കാതെ വിടാൻ പറ്റില്ല. പെട്ടെന്ന് ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗമൊക്കെ ഒന്ന് കാണിക്കാട്ടോ. ഒരു കിടിലം മുതലാണ്, കാണിക്കാതെ പോകാൻ പറ്റില്ല. അപ്പോൾ ഈ വീഡിയോയിൽ പെട്ടെന്ന് കാണിക്കാതെ ഇതിൻ്റെ ഒരു സിംഗിൾ റിവ്യൂ നമുക്ക് ചെയ്യുകയും ചെയ്യാം കേട്ടോ. ഈ വണ്ടി നിങ്ങളെങ്ങനെ കാണേണ്ടതെന്നോ ഇതൊന്ന് ക്യാമറ ബാക്ക് പോട്ടെ. ഇതിൻ്റെ ഷേപ്പ് നിങ്ങൾ കാണണം, അപ്പോഴാണ് ഇതിലേക്കുള്ള ഇഷ്ടം നിങ്ങൾക്ക് കൂടുള്ളൂ. ഇനി വേറൊരു കാര്യമുണ്ട്. ഈ റേഞ്ച് റോവർ വോഗിനെ പറ്റി സ്പോർട്ടിനെ പറ്റി അറിയുന്ന ആൾക്കാർ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതിൻ്റെ പഴയ ലുക്കാണോ പുതിയ ലുക്കാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് എന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യും. അതായത് ഇതിൻ്റെ പഴയ ലുക്കേ ഒരു ബോക്സി ടൈപ്പിലാണ് വന്നിരുന്നത്. ഇതൊന്നും പാടെ ഉരുട്ടി ഒന്നും പാടെ ഷേപ്പാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് ഷേപ്പാണ് ഇഷ്ടപ്പെട്ടതെന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യും. അതേപോലെ തന്നെ ഞാൻ സ്പോട്ടിനെ ഒന്ന് വിട്ട് നിർത്തിയിട്ട് കാണിക്കാട്ടോ. ഇതിൻ്റെ നീളവും വീതിയും കണ്ടങ്ങൾ ഏകദേശം 5 മീറ്ററോളം നീളം വരുന്നുണ്ട്, 3 മീറ്ററിലധികം വീതി വരുന്നുണ്ട്. ഒരു അപാര സാധനം കേട്ടോ. ഇതിൻ്റെ ലോങ് വീലുണ്ട് മക്കളെ, അതായത് ഓട്ടോബയോഗ്രഫി പറഞ്ഞൊരു സാധനം. അതൊക്കെ നിങ്ങൾ കണ്ടാൽ നെട്ടും. അതിൽ യാത്ര ചെയ്യണം, അത് ഓടിക്കണം. പവർഫുൾ സാധനമാണ്. ഇതന്നെ ഓടിക്കാനും യാത്ര ചെയ്യാനും കിടിലം മുതലാണ്. ഞാൻ ഇതിൻ്റെ ഏറ്റവും ഒരു അടിപൊളി ഭാഗം കാണിക്കട്ടോ. ഇതിൻ്റെ സിറ്റിംഗ് ഏരിയ അയ്യോ ഇതിൻ്റെ ബാക്ക് സീറ്റിൽ നമ്മൾ ഇരിക്കുമ്പോൾ കിട്ടുന്ന കംഫർട്ട് ഞാൻ കാണിക്കാം. ഇതാണ് നിങ്ങൾ ഇതിൻ്റെ സ്പേസ് ഉണ്ടോ. ഇത് നമുക്ക് ഇവിടെ ഒരു ആംറസ്റ്റൊക്കെ ഇങ്ങനെ കൊടുന്ന് വെച്ച് അടിപൊളിയായിട്ട് കാലുമ്മക്കാലൊക്കെ കയറ്റി വെച്ച് അല്ലേ. അഫിൻ്റെ ഒപ്പം ഉണ്ട് കേട്ടോ. ഈ വീഡിയോയിലും വന്നിട്ടില്ല. ഇതുണ്ടോ നിങ്ങൾക്കിവിടെ റിമോട്ട് കൺട്രോൾ ചെയ്യാൻ റിമോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ലക്ഷറി യാത്ര. ഇത് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിലേ നമ്മൾ മെഴ്സിഡസ് GLS മാബാക്കിനായിട്ടൊക്കെ കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. GLS ആണെങ്കിൽ നമുക്ക് സ്പോർട്ടിനായിട്ടൊക്കെ കമ്പയർ ചെയ്യാം. ഇത് പനോരമിക് റൂഫൊക്കെ വരുന്നുണ്ട്. ഒരു ലക്ഷറി സാധനം, ഒരു ലക്ഷറി SUV. വേൾഡിൽ ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷുകാരാട്ടോ ഇത് ഇഷ്ടപ്പെടുന്നത്. ദുബായിലൊക്കെ പോകുമ്പോഴേ ഒട്ടനവധി വാഹനങ്ങൾ ഇത് ഉപയോഗിക്കൽ ഇംഗ്ലീഷുകാരാണ്. ഏത് രാജ്യത്തും. ഞാൻ ചൈനയിൽ പോയപ്പോൾ വരെ റേഞ്ച് റോവറിൻ്റെ അവിടെ ഒരു അടിപൊളി മാർക്കറ്റ് ഉണ്ട്. ഒട്ടനവധി ആളുകളാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇനി ഇതിൻ്റെ ഇൻറ്റീരിയർ, ഇതിൻ്റെ ഡോർ പേഡ കണ്ടങ്ങൾ ആ ഒരു ലക്ഷറി ഫീൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. സ്കൂളിൽ നിന്ന് കുട്ടികളാട്ടെ വിളിക്കുന്നത്. ഓയ് ടാറ്റ ഇവിടെ തൊട്ടടുത്ത് സ്കൂളുണ്ട്. കുറേ നേരമായി ഒരു അൻഫാലൊക്കെ ഒന്ന് വിളിക്കുന്നത്. എന്നാൽ ഞങ്ങൾ ഫുഡ് സ്റ്റെപ്പൊക്കെ ഇലക്ട്രിക്കലി വരും. ഇതിൻ്റെ ഇൻറ്റീരിയർ കണ്ടോളിട്ട് ഞങ്ങൾ
അടിപൊളിയാണ്. ഇതിപ്പോൾ നമ്മൾ റേഞ്ച് റോവർ ഇവോക്ക് മുതൽ വെലാർ മുതൽ സ്പോട്ട് മുതൽ ഒക്കെ കാണുന്ന അതേ സാധനം തന്നെയാണെങ്കിലും മെറ്റീരിയലിലും ഇതിൻ്റെ വീഡിയോ കൊണ്ടും നീളം കൊണ്ടൊക്കെ വ്യത്യാസമുണ്ട് കേട്ടോ. ഒരു അടിപൊളി സീറ്റിംഗ് ആണ്, നല്ല തൈ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്ന അടിപൊളി. ഇതുണ്ടോ, ഇതിൻ്റെ ഡാഷ്ബോർഡ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് വരെ ഇവിടെ ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി ഡാഷ്ബോർഡ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഒട്ടനവധി മോഡുകളിലൊക്കെ നമുക്ക് ഓടിക്കാൻ പറ്റും. ഇനി നമുക്ക് ഈ സ്പോട്ട് മോനോ ഈ സ്പോട്ടൊന്ന് മുന്നിക്കിട്, റേഞ്ച് റോവർ സ്പോട്ട് അതിൻ്റെ ഒരു ഷേപ്പ് മാടങ്ങൾ കാണി ആ വണ്ടി മാട വരുന്നുണ്ട്. അതും അതേപോലെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഫുൾ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. മുത്തുമണികളെ പൊട്ടിച്ചാൻ പറ്റില്ല, ഇത് പൊട്ടൂല, ഇത് പൊട്ടൂലടാ. പൊട്ടുന്ന വണ്ടി ആയിട്ട് ഞാൻ വേറെ വരണ്ട് കേട്ടോ, വേറെ കൊണ്ടുണ്ട്. ശരിക്കും ആ വണ്ടി ഈ ഷേപ്പിലാട്ടുണ്ടായിരുന്നത്, ഈ ഷേപ്പിലുണ്ടായിരുന്ന വണ്ടിയാണ് ആ ഷേപ്പിക്ക് മാറ്റിയത്. ഇത് സ്പോട്ട്, ഇത് ശരിക്കേ സ്പോട്ടിന് വോഗിന് ഒറ്റ നോട്ടിൽ തിരിച്ചറിയില്ല കേട്ടോ. അതായത് ആ ഷേപ്പും ഈ ഷേപ്പ് ആയതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നത്. ഈ സ്പോട്ടിനെ ആ ഷേപ്പിക്ക് മാറ്റി കഴിഞ്ഞാൽ ഒട്ടും തിരിച്ചറിയാൻ പറ്റാത്ത ലുക്കിൽ നിങ്ങൾക്ക് കൊണ്ടുനടക്കാൻ പറ്റും. ഇതാണ്ടോ സ്പോട്ട്. ഈ സ്പോട്ടിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഒരു കിടിലം മുതലാണ്. അതായത് ഇത് വാങ്ങിക്കണവർക്ക് 100% ധൈര്യത്തോടു കൂടി വാങ്ങാം. കാരണം ഒറിജിനൽ കേരള രജിസ്ട്രേഷനിൽ സിംഗിൾ ഓണർഷിപ്പിൽ വെറും 35,000 കിലോമീറ്റർ ഓടിയ സ്പോട്ട്. റയർ സാധനക്കാരട്ടോ. നിങ്ങൾ ഒരു സ്പോട്ട് എടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ അന്വേഷിച്ചാൽ ചിലപ്പോൾ ഇത്ര കിലോമീറ്റർ ഓടിയ വണ്ടി ഇങ്ങനെ സിംഗിൾ ഓണർഷിപ്പിൽ ഈ നീറ്റിൽ കിട്ടാൻ സാധ്യത വളരെ കമ്മിയാണ്. അതായത് ഈ പ്രൈസിലും ഏകദേശം 69.5 ലക്ഷം രൂപയ്ക്ക് ഒരു സ്പോട്ട് ഈ കിലോമീറ്ററിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടും ബെനിഫിറ്റാണ്. കാരണം താല്പര്യമുള്ള ആളുകൾ പഠിച്ച് അന്വേഷിച്ച് മനസ്സിലാക്കിയിട്ട് എടുത്താൽ മതി. നിങ്ങൾക്ക് ഷോറൂമിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്യാനും എല്ലാവിധ ഗ്യാരണ്ടി വാറണ്ടി കാര്യങ്ങളൊക്കെ നമ്മളെ ഭാഗത്തു നിന്നുള്ളതൊക്കെ നമ്മൾ തരും. ഇത് ബ്ലാക്ക് തീമിലാട്ടോ ഇതിൻ്റെ ഇൻറ്റീരിയർ വന്നിട്ടുള്ളത്. നമ്മൾ വോഗക്ക് പോയപ്പോൾ ആ ബീച്ച് കളറിലാണ് അതിൻ്റെ ഇൻറ്റീരിയർ കാണുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇൻറ്റീരിയർ അറിയുന്നത് ആ ബീച്ച് കളറിലാണ്. ഇനി ഇതിൻ്റെ ബാക്ക് സീറ്റും നിങ്ങൾ കാണിക്കാട്ടോ. ഇതാണ്ടോ, ഇത് നമ്മൾ വോഗിൽ കണ്ട ആ സ്പേസ് ഉണ്ടാവില്ല. ഇതാണ്ടോ, എന്നാലും അത്യാവശ്യം നല്ല കംഫർട്ടിൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ആംറസ്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതുണ്ടോ, അതേപോലെ തന്നെ വന്നിട്ടുള്ളത് അല്ലേ. നല്ല കപ്പ് ഹോൾഡർ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ബാക്ക് റിയർ AC കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പനോരമിക് സൺറൂഫൊക്കെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കാണാൻ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഏത് ഭാഗം കൊണ്ടോ ബോഡി ഷേപ്പ് ആണെങ്കിലും കാര്യങ്ങളും മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇനി അടുത്ത പ്രത്യേകത, ഏതായാലും ഇത് ഫുൾ റിവ്യൂ ആവും തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം പറഞ്ഞാൽ തിരിച്ചെടുക്കേണ്ടി വരും, ചിലപ്പോൾ സൽമാനോ കട്ട് ചെയ്യേണ്ടി വരും. ഇനി ഫുൾ റിവ്യൂ ചെയ്യണ്ടേ. ഇത് ബൂട്ട് ഓപ്പൺ ചെയ്തിട്ട് കാണിക്കാം. അതാണ്ടോ, അത്യാവശ്യം നല്ല വലിയൊരു ബൂട്ട് സ്പേസ് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ്ടോ, ഇത്രയും വലിയൊരു ബൂട്ട് സ്പേസ് വന്നിട്ടുണ്ട്. ഇനി നേരെ വോഗിൻ്റെ ഒരു പ്രത്യേകത കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ ബാക്കിൻ്റെ ലുക്കാണ്. നിങ്ങൾ ഇതിലൊന്നും നിങ്ങൾ ബാക്ക് വൈപ്പർ കാണില്ലല്ലോ. ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ ആൾ. നമുക്ക് ആവശ്യം വരുന്ന സമയത്ത് നമ്മളവിടെ ഓൺ ചെയ്താൽ ബാക്ക് വൈപ്പർ വരും. ഇതാണ്ടോ, ഓപ്പൺ ആക്കുമ്പോൾ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആൾ ഇങ്ങോട്ടും വരും. അപ്പോൾ പിന്നെ എന്ത് ചെയ്യുക, നമുക്ക് അടിപൊളിയായി ഇങ്ങനെ ഇരിക്കാൻ പറ്റും. ഒഴിഞ്ഞ സ്ഥലത്തൊക്കെ പോയി കാറ്റൊക്കെ കണ്ട് പാട്ടൊക്കെ കേട്ട് ഇരിക്കാൻ പറ്റിയ ഒരു അടിപൊളി സംഭവമാണ്. ഇത് കണ്ടോ, വലിയൊരു ബൂട്ട് സ്പേസ് ഇതിനും വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിത് വേണമെങ്കിൽ ഇങ്ങനെ ക്ലോസ് ചെയ്യാം. ഒറ്റ പ്രസ്സിൽ തന്നെ രണ്ടും ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആവും. ഇതിൻ്റെ ഒരു ഷേപ്പ് എങ്ങനെയുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. രണ്ട് എക്സോസ്റ്റും കാര്യങ്ങളൊക്കെ വന്ന് ഇത് കംപ്ലീറ്റ് ഫേസ് ലിഫ്റ്റ് ചെയ്ത വണ്ടി കേട്ടോ. അലോയ് വീലും കൂടെ ഈ പുതിയ മോഡലിൻ്റെ അലോയ് വീലും ടയറും കൂടെ ഇടാണ്ട് അതിൻ്റെ ഒരു കമ്മി മാത്രമേ നിങ്ങൾക്ക് ഇതിമേ കാണാൻ കഴിയുള്ളൂ. ഈ റേഞ്ച് റോവർ സ്പോട്ട് എങ്ങനെയാണോ ഒറിജിനൽ കമ്പനിയിൽ നിന്ന് വന്നത് അതേ ലുക്കിൽ തന്നെയാണുള്ളത്. ആരും ഇതിമേ തൊട്ടിട്ടില്ല. ഒറിജിനൽ ഷേപ്പിൽ, ഒറിജിനൽ ലുക്കിൽ, ഒറിജിനൽ കേരള രജിസ്ട്രേഷനിൽ, ലോ കിലോമീറ്ററിൽ ഒരു കിടിലം മുതൽ റേഞ്ച് റോവർ സ്പോട്ടുമായി. ഇനി ഇത് രണ്ടും ഓടിച്ചിട്ടില്ല അഭിപ്രായം പറയണം അല്ലേ. അതുവാണെങ്കിൽ നമുക്ക് കടയിലേക്ക് പോകുമ്പോൾ ഏതെങ്കിലും ഒന്ന് ഓടിച്ചോണ്ട് പോവാം. എന്നാൽ സ്പോട്ട് ഓടിച്ചിട്ട് പോവാം അല്ലേ. നമ്മളെ കുട്ടികളാണേ, ഇവർ കുറച്ചു നേരം ഇവിടെ നിന്നാൽ ഇവിടെ ആൾ ഫുള്ളാവും. ആ അങ്ങനെ നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് സ്പോട്ടാട്ടോ. സ്പോട്ട് റേഞ്ച് റോവർ സ്പോട്ട്. ഈ സ്പോട്ടും വോഗും നമ്മളൊരേ ഇനത്തിൽ പെടുത്താൻ പറ്റില്ല കേട്ടോ. രണ്ടും രണ്ട് സാധനം തന്നെയാണ്. കാണാനൊക്കെ ഒരേപോലെയൊക്കെ ഫീലാവും. ഇപ്പം നമ്മൾ റേഞ്ച് റോവർ ഇവോക്കും ഏകദേശം ഈ സ്പോട്ടിൻ്റെ ഒക്കെ ലുക്ക് നമുക്ക് പെട്ടെന്ന് റോട്ട് കണ്ടാൽ ഫീലാവുമെങ്കിലും ഒക്കെ വേറെ വേറെ മുതലുകളാണ്. ഓടിക്കുമ്പോഴും അതിൻ്റെ ഉള്ളിൽ കയറുമ്പോഴും അതിനെ അടുത്തറിയുമ്പോഴേ അതിൻ്റെ വ്യത്യാസങ്ങൾ അറിയുള്ളൂ. വോഗ് വേറെ തന്നെ ഒരു സാധനം കേട്ടോ. ഇതിൻ്റെ വോഗിൻ്റെ ഉള്ളിൽ കയറിയ ഒരുപാട് സ്പേസാണ്. സ്പോട്ട് ഒന്ന് അതിലേറെ ചെറുതാണെന്നുള്ളൂ. പക്ഷേ ഇതൊരു മുതലാട്ടോ. സാധനം അങ്ങനെ ഓടിച്ചാണ്ടല്ലോ നമുക്ക് ഓടിക്കാം. അങ്ങനെ നമ്മൾ മെയിൻ ഹൈവേക്ക് കയറാൻ പോവാണ്.
അയ്യവാ, ഇവിടെ കാല് കൊടുക്കാൻ പറ്റിയ റോഡ് നമുക്കിത് പോരാ. എന്താണ് നിങ്ങൾ അയ്യവാ, ആ V6 എഞ്ചിൻ്റെ സുഖം ഇങ്ങനെ അറിയട്ടെ നമുക്ക്. അതായത് ഓടിച്ചാൽ മടുപ്പ് വരില്ല. അതായത് ശരിക്കും ഇപ്പോൾ ഞാനൊരു വ്യത്യാസം പറയുകയാണെങ്കിൽ ലാൻഡ് ക്രൂയിസറും പ്രാഡോ അല്ലേ. ലാൻഡ് ക്രൂയിസർ ഓടിക്കുമ്പോൾ ഒരു വലിയൊരു സാധനം കൊണ്ട് പോണ പോലെയാണ്, അതാണ് വോഗ്. പ്രാഡോ ഓടിക്കുമ്പോൾ നമുക്കൊന്ന് കജ്ജിലൊതുങ്ങിയൊരു ഫീൽ കിട്ടും. അതേ ഒരു മൂടുക്കാണ് സ്പോട്ട് വന്നത്. എന്താ രസമൊന്ന് വണ്ടി ഓട്ടാൻ, യാത്രക്കും അടിപൊളി കേട്ടോ. ഈ റേഞ്ച് റോവറിൻ്റെ വാഹനങ്ങളിൽ ഉദ്ദേശിക്കണ തന്നെ ലക്ഷറി ആണല്ലോ, അപ്പോൾ പിന്നെ കംഫർട്ട് വേണമല്ലോ. പ്രത്യേകിച്ച് ഈ വാഹനം കേട്ടോ, ആ ഒരു പുതുക്കം വിട്ടിട്ടില്ല. ഒരു അലമ്പ് എവിടെയും നമുക്ക് കാണാൻ പറ്റൂല. കാല് റോഡ് കിട്ടിയിട്ടുണ്ടല്ലോ, ഭയങ്കര രസമായിട്ട് സാധനം. നിങ്ങൾക്ക് എങ്ങനെ വീഡിയോയിൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതായത് വോഗ് നമുക്ക് ഓട്ടിയിട്ടൊരു വീഡിയോ ഞങ്ങളെ പരിചയപ്പെടുത്താം. അടിപൊളിയാണ് ആ സാധനം ഓടിക്കാൻ. ഒരു കപ്പലേറ്റ് പോണ മാതിരിയാണ്, ഒഴുകി പോവാന്നൊക്കെ പറയില്ലേ, അതേ ഒരു ഫീലാണ്. അപ്പോൾ തീർച്ചയായിട്ടും താല്പര്യമുള്ള ആളുകളൊക്കെ, വാങ്ങിക്കാൻ ആഗ്രഹമുള്ള ആളുകളൊക്കെ കോൺടാക്ട് ചെയ്യും. പിന്നെ സ്പോട്ടിക്ക് വന്നപ്പോഴേ ഇതുണ്ടോ ഗിയർ നോബൊക്കെ, മറ്റേത് നമുക്കിങ്ങനെ റൗണ്ട് ഷേപ്പിൽ ഒരു ബട്ടൺ പോലെ തിരിക്കണ രൂപത്തിലാണ് വന്നത്. ഇത് സ്പോട്ട് എന്ന് പറയുമ്പോൾ സ്പോർട്ടി ലുക്ക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഒറ്റ പ്രസ്സിൽ BMW കാണുന്ന പോലെ പാർക്കൊക്കെ പോകാൻ പറ്റിയ സിസ്റ്റത്തിൽ തന്നെയാണ്. പിന്നെ ഇതിൽ ഒരുപാട് ഓപ്ഷനിൽ മഡ്, പിന്നെ പുല്ലിലും മണ്ണിലും ചളിയിലും ഏത് രൂപത്തിൽ ഓടിക്കാൻ പറ്റിയ മോഡിലൊക്കെ മാറ്റി നമുക്ക് ഓടിക്കാൻ പറ്റും. പിന്നെ ട്രാക്ഷൻ കൺട്രോളിൻ്റെ ബട്ടണൊക്കെ കാണുന്നുണ്ട്. പിന്നെ ഇത് പാർക്കിംഗ് ബ്രേക്ക് കേട്ടോ. ജസ്റ്റ് ഒറ്റ പ്രസ്സിൽ നമുക്ക് പാർക്കിംഗ് ഓൺ ആക്കാൻ പറ്റും, ഒറ്റ പ്രസ്സിൽ റിലീസ് ചെയ്യാനും കഴിയും. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ വിശേഷങ്ങൾ പരിചയപ്പെടുത്താല്ലേ. അപ്പോൾ അടുത്തതായി നിങ്ങളെ പരിചയപ്പെടുത്താനുള്ളത് റേഞ്ച് റോവർ ഇവോക്കാണ്. ഇനി ഇവരെ രണ്ടാളെ ഇടയിലൊരു മുതലുണ്ട്, റേഞ്ച് റോവർ വെലാറ്. നമ്മളടുത്ത് സ്റ്റോക്ക് ഉണ്ടായിരുന്നു, അത് പോയിട്ടുണ്ട്. ഒരു വണ്ടി നമുക്ക് വരാണ്ട്, താല്പര്യമുള്ള ആളുകളൊക്കെ കോൺടാക്ട് ചെയ്തോളി, നമ്മൾ പരിചയപ്പെടുത്താം. അടുത്തതായി 2 റേഞ്ച് റോവർ ഇവോക്ക് ഉണ്ട്. രണ്ടും ഒറിജിനൽ കേരള രജിസ്ട്രേഷനാണ്. ഈ ഒരു വാഹനേ 2016 മോഡലിൽ HSC ഡൈനാമിക് 60,000 കിലോമീറ്റർ ഓടിയ വണ്ടി 32.5 ലക്ഷം രൂപക്കാണ് തരുന്നത്. HSC ഡൈനാമിക് എന്ന് പറയുമ്പോഴേ ഇൻറ്റീരിയറിലും കാര്യങ്ങളൊക്കെ മാറ്റം വരും കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞു കംപ്ലീറ്റ് റിവ്യൂ അല്ലാത്തതുകൊണ്ട് അവിടേക്ക് കിടക്കുന്നില്ല. അപ്പോൾ 32.5 ലക്ഷം രൂപയ്ക്ക് ഒരു കിഡിലെ 2016 മോഡൽ ഒറിജിനൽ കേരള വണ്ടി 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അടുത്തതായി നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് 2017 മോഡൽ 18 രജിസ്ട്രേഷൻ വരുന്ന വണ്ടി, വെറും 42,000 കിലോമീറ്റർ ഓടിയ വണ്ടി കേട്ടോ. അതായത് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന 40,000 കിലോമീറ്റർ ഓടിയ വണ്ടി കേട്ടോ. വില നമുക്ക് വരുന്നത് 43.5 ലക്ഷം രൂപക്കും ഒരു റേഞ്ച് റോവർ ഇവോക്ക്. ഇതിൻ്റെയൊക്കെ ഹൈലൈറ്റ് കിലോമീറ്റർ കമ്മിയാണ്, ഒറിജിനൽ കേരള വണ്ടിയാണ്, ഓണർഷിപ്പ് കമ്മിയാണ്, നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലുള്ള വാഹനങ്ങളാണ്. അപ്പോൾ 4 വാഹനങ്ങൾ ഇപ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്തി. തീർച്ചയായിട്ടും ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വാഹനം ഏതാണെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കട്ടോ. അതായത് എത്രയും പെട്ടെന്ന് നമ്മൾ ഇതിലേത് വാഹനത്തിൻ്റെ റിവ്യൂ ആണ് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നമ്മൾ അധികം വൈകാതെ അതിൻ്റെ റിവ്യൂവുമായിട്ട് വരാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഇതുവരെ കണ്ട, എന്നെ കേട്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക്